اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു മനുഷ്യ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിറ്റ് ചെയ്ത താഇനെ കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ 28 കണുപ്പുകളിൽ അല്ലാഹു തആല 28 അക്ഷരങ്ങളെ അല്ലാഹു സംവിധാനിച്ചിട്ടുണ്ട്. ആ അക്ഷരങ്ങളിൽ മുഴുവനും ലാഹിരിയായ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്, അത് മുഖേന ബാത്തിനിയായ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ശാരീരികമായ ഊർജവും ഈ അക്ഷരങ്ങൾ നൽകുന്നുണ്ട്, ബാത്തിനിയായ ഊർജങ്ങളും ഈ അക്ഷരങ്ങൾ നൽകുന്നുണ്ട്. അതിൽ മൂന്നാമത്തെ അക്ഷരമാണ് താ എന്ന് പറയുന്ന അക്ഷരം. താ എന്ന് പറയുമ്പോൾ ആദ്യമായി മഹാന്മാര് പറയുന്നത് തൗബ. തൗബയുടെ വാതിലാണ് തായിലൂടെ തുറക്കുന്നത്. തൗബ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സ്വന്തത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഒരു തിരിഞ്ഞു പോരലാണ് സത്യത്തിൽ എന്ത് തൗബ എന്ന് പറയുമ്പോൾ. അനാനിയത്തിൽ നിന്നും സ്വന്തത്തിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും പൂർണ്ണമായുള്ള തിരിച്ചുപോക്ക്, അതാണ് ആദ്യമായി ഈ തൗബയിലൂടെ നടപ്പിലാകേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ തസ്കിയത്താണ്. തസ്കിയത്ത് എന്ന് പറയുമ്പോൾ അതിനൊരു മുറബ്ബി ആവശ്യമാണ്. തസ്കിയ എന്ന് പറയുമ്പോൾ ശരീരത്തെ എല്ലാവിധ ന്യൂനതകളും നുക്സാനിയത്തുകളും ഉണ്ടാവും, അതിൽ നിന്ന് പൂർണ്ണമായി സംശുദ്ധമാക്കുക, അതാണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ. ആ തസ്കിയത്ത് കടന്ന് അവൻ്റെ ഹൃദയത്തിലുള്ള ചേറ് ചളികളെയൊക്കെ കളഞ്ഞ് പിന്നെ അടുത്ത മൂന്നാമത്തെ സ്റ്റെപ്പാണ് തസ്ഫിയ എന്ന് പറയുന്നത്. തസ്ഫിയ എന്ന് പറഞ്ഞാൽ ഹക്ക് അല്ലാത്തതിന് ഹൃദയത്തിൽ ഇടം കൊടുക്കാതിരിക്കുക. തസവുഫ് എന്ന് പറയുമ്പോൾ തന്നെ അങ്ങനെയല്ലേ, അതിനാണ് തസ്ഫിയ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടാകുന്നത്. തെളിഞ്ഞത് എന്ന് പോലും അതിനർത്ഥമുണ്ട്. അതായത് ഹക്ക് അല്ലാത്ത ഏതൊക്കെ വിഷയങ്ങളുണ്ടോ അത് പൂർണ്ണമായും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കി. ഹൃദയത്തിൽ മറ്റൊരു വസ്തുവിനും എന്ത് ചെയ്യാൻ പാടില്ല, ഇടം കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യുക, ഒരാളെത്തുക. അതാണ് തസവുഫ് എന്ന് പറഞ്ഞാൽ. മഹാന്മാരാകുന്ന ആളുകൾ പറയും തസവുഫ് എന്നാൽ അവൻ്റെ സ്വഭാവങ്ങൾ തഖല്ലഖൂ ബി അഖ്ലാഖിർ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ഹദീസില്ലേ. തസവുഫ് എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങൾ ദൈവിക സ്വഭാവങ്ങളോട് കിടപിടിക്കുന്നത് വരെ, അവൻ്റെ സ്വഭാവങ്ങൾ ദൈവികമായ സ്വഭാവങ്ങളോട് കിടപിടിക്കുന്നത് വരെ ആ സംസ്കരണം തുടർന്നുകൊണ്ടേയിരിക്കണം. ആ സംസ്കരണത്തിലേക്ക് അവൻ എന്ത് ചെയ്യണം, എത്തണം. മനസ്സിലാകുന്നുണ്ടോ? അതിനൊക്കെ ആ സംസ്കരണത്തിലേക്ക് എത്തുമ്പോൾ തവജ്ജുഹ് എന്ന് പറയുന്നൊരു മക്കാമുണ്ട്. തവജ്ജുഹ് എന്നാൽ സ്വന്തത്തെ ഇല്ലാത്തതായും ഹക്കിനെ ഉള്ളതായും മനസ്സിലാക്കുക. സ്വന്തം ഇല്ല, ഇവിടെ നമ്മളില്ല, നമ്മൾ വെറും ഡെമ്മികളാണ്, നമ്മൾ എന്നോ മാഞ്ഞു പോയിരിക്കുന്നു, നമ്മളില്ല. സ്വന്തം ഇല്ലാത്തതായും ഹക്കിനെ മാത്രം ഉള്ളതായും മനസ്സിലാക്കുന്ന തവജ്ജുഹ് എന്ന് പറയുന്ന ഒരു മക്കാമുണ്ട്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നേടിയെടുക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകട്ടെ. ആ തവജ്ജുഹ് എന്ന് പറയുന്ന മഖാമും കഴിഞ്ഞാൽ പിന്നെ തഹഖീഖിന്റെ മഖാമാണ്. തഹഖീഖ് എന്നാൽ ഇവിടെ ഒരുപാട് നാമങ്ങൾ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പേരുകളുടെയൊക്കെ രൂപങ്ങളിൽ ഹക്ക് വെളിപ്പെടുക, എല്ലാത്തിലും ഹക്ക് വെളിപ്പെട്ടതായി അവനക്ക് മനസ്സിലാകുക. അതാണ് തഹഖീഖ്. ലോകത്ത് ഒരുപാട് നാമങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. മരങ്ങളാവട്ടെ, ജന്തുക്കളാവട്ടെ, കല്ലുകളാവട്ടെ, എന്തൊക്കെ വസ്തുക്കളുണ്ടോ അതിനൊക്കെ എന്തൊക്കെ പേരുകളുണ്ടോ ആ നാമങ്ങളുടെ രൂപങ്ങളിൽ മുഴുവൻ ഹക്ക് വെളിവാകുന്ന ഒരു അവസ്ഥ. അതാണ് സത്യത്തിൽ എന്ത് പറഞ്ഞാൽ തഹഖീഖ് എന്ന് പറഞ്ഞാൽ. ആ തഹഖീഖും നമ്മൾ കടന്നാൽ പിന്നെ അടുത്ത മഖാമാണ് തൗഹീദിന്റെ മഖാം എന്ന് പറയുന്നു. തൗഹീദ് എന്നാൽ ലോകത്ത് ഒരുപാട് വൈജാത്യങ്ങളാകുന്ന പല സാധനങ്ങളുണ്ട്. ആ വൈജാത്യങ്ങളുടെ കൂടെ ദാത്തിന്റെ ഏകത്വം മനസ്സിലാക്കി, ദാത്തിന്റെ ഏകത്വം മനസ്സിലാക്കുകയും സ്വയം അതിൽ പ്രവേശിച്ചവനാവുകയും ചെയ്യണം. എന്തൊക്കെ വൈജാത്യങ്ങളുണ്ടോ ഈ ലോകത്ത്, അതിലൊക്കെ ദാത്തിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ ഏകത്വം മനസ്സിലാക്കുക. എന്നിട്ടിൽ അതിൽ പൂർണ്ണമായി എന്ത് ചെയ്യുക, ഒരു മനുഷ്യൻ പ്രവേശിക്കുക. അപ്പോഴാണ് സത്യത്തിൽ എന്ത് ചെയ്യുന്നത്, തെൽവീനി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത്. തെൽവീൻ എന്ന് പറഞ്ഞാൽ ഒരു സാലിക്കിന്റെ ഒരവസ്ഥയാണ്. ഒരു സാലിക്കിന്റെ ഒരവസ്ഥയാണ് തെൽവീൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് സത്യത്തിൽ സുലൂക്കി എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടാകുന്നത്. അപ്പോഴാണ് തുടക്കത്തിൽ നമ്മൾ സാലിക്കി എന്ന് പറയുന്നതൊക്കെ ഒരു സായറാണ്, ഒരു യാത്രയുടെ തുടക്കത്തിനെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. യഥാർത്ഥത്തിൽ സുലൂക്കിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അത് ഏതിന്റെ അവസ്ഥയാണ്, തെൽവീനിന്റെ അവസ്ഥയാണ്. പൂർണ്ണമായും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ മുഴുവൻ അള്ളാഹുവിനെ കാണുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ. അതും കഴിഞ്ഞാലാണ് തജല്ലി ഷുഹൂദി എന്ന് പറയാം. തജല്ലി ഷുഹൂദി എന്ന് പറഞ്ഞാൽ പ്രകാശത്തിന്റെ കൂടെ നാമങ്ങളുടെ രൂപങ്ങളിൽ നമുക്ക് വുജൂദിനെ വെളിപ്പെടലാണ്. ഈ പ്രകാശത്തിന്റെ, ഈ ലോകത്ത് എന്തൊക്കെ പ്രകാശങ്ങളുണ്ടോ അതിന്റെ മുഴുവൻ നാമങ്ങളുടെ രൂപങ്ങളിൽ അള്ളാഹുവിന്റെ വുജൂദ് അവനക്ക് എന്ത് ചെയ്യുക, വെളിപ്പെടുക. അതാണ് തജല്ലി ഷുഹൂദ് എന്ന് പറഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഒരവസ്ഥയിലേക്കൊക്കെ എത്താൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതും തജല്ലി ഷുഹൂദിൻ കഴിഞ്ഞാൽ പിന്നെ യഥാർത്ഥത്തിലുള്ള തജല്ലി വരികയാണ്. യഥാർത്ഥത്തിൽ തജല്ലി എന്ന് പറഞ്ഞാല് ഗൈബിന്റെ പ്രകാശങ്ങൾ ഒരു സാലിക്കിന്റെ ഹൃദയത്തിലേക്ക് വരുന്നതിനേക്കാണ് തജല്ലി എന്ന് പറയാം. അതിനിവിടെ എന്ത് വേണം? ഞാൻ പറഞ്ഞ തൗബ മുതല് തസ്കിയത്ത്, തസവുഫ്, തവജ്ജുഹ്, അതുപോലെ തന്നെ തൽവീന്, തൗഹീദ്, തഹഖീഖ്, തജല്ലി ഷുഹൂദി, ഈ പറയുന്ന അവസ്ഥകളൊക്കെ കഴിഞ്ഞു കടക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തജല്ലി വരിക. കാരണം എന്താ? അപ്പോഴേ അവന്റെ ഹൃദയം തജല്ലി വരാൻ പാകപ്പെട്ടതാവുള്ളൂ. അള്ളാഹു താല ഇത് എപ്പോഴും തരാന് അള്ളാഹു താലാക്ക് താല്പര്യമുണ്ട്, തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അത് ഏറ്റുവാങ്ങാനുള്ള കഴിവ് നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവണം. അതിന് പാകപ്പെട്ട ഹൃദയമായി നമ്മുടെ ഹൃദയം മാറണം. അതിലേക്ക് നമ്മൾ വരുന്നില്ല. അതിന്റെ മുമ്പിലൊക്കെ ദുന്യാവിന്റെ ആഡംബരങ്ങളും മോടി പിടിപ്പിക്കലും അതിന്റെ സൗന്ദര്യങ്ങളും മറയായി വരികയാണ്. അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് എത്താൻ കഴിയാത്തത്. അപ്പൊ അള്ളാഹുവിന്റെ തജല്ലി ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തഫ്രീദിന്റെ അവസ്ഥയാണ്. തഫ്രീദ് ഫർദിന്റെ മഖാമാണ്. തഫ്രീദ് എന്ന് പറഞ്ഞാൽ ഹക്ക് അല്ലാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാത്തിനെയും അവന്റെ ദൃഷ്ടിയിൽ നിന്ന് അകറ്റുക. ഹക്കിനെ ഹക്കിൽ ദർശിക്കുക. ഹഖുൻ തു ഹഖ്, ഹഖുൻ തു ഹഖ്. അതാണ് തഫ്രീദിന്റെ അവസ്ഥ. തഫ്രീദ് എന്ന് പറഞ്ഞാൽ ഹക്ക് അല്ലാത്ത എല്ലാത്തിനെയും നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് അകറ്റി ഹക്കിനെ ഹക്കിൽ ദർശിക്കുക. ഹഖുൻ തു ഹഖ് എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥയിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുക. അപ്പോ അലിഫ് എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കി. ബാ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ധർമ്മം നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ പറയുന്നത്
താഇന്റെ അവസ്ഥയാണ്. ആ താഇന്റെ ഓരോ ബാബുകളും കടന്നാലേ ഹഖ് തആലയെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നിങ്ങളും നോക്കുക കാണും, ഓരോ അക്ഷരങ്ങളിലും എത്ര ബാബുകളുണ്ട്. ഒരു സാലിക്കിന് എത്ര വാതിലുകൾ അള്ളാഹുവിലേക്ക് കഴിഞ്ഞു കടക്കണം. അതിൻ്റെ ഉള്ളിലൊക്കെ എത്ര ഉൾപ്പൊരുളുകളുണ്ട്. എത്ര രസകരമായ അനുഭവങ്ങളുണ്ട്, എത്ര അനുഭൂതികളുണ്ട്. അതൊന്നും മനുഷ്യൻ ആവശ്യമല്ല. എന്നിട്ട് ദുനിയാവിൻ്റെ പിന്നാലെ പോവുകയാണ്. അലിഫ് എന്ന് പറയുന്ന അധ്യായത്തിൽ നമ്മൾ എത്ര ബാബുകൾ പറഞ്ഞു, നയന മനോഹരമായ എന്തൊക്കെ അനുഭവങ്ങൾ പറഞ്ഞു. ബാഇന്റെ അധ്യായങ്ങളിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഇപ്പൊ താഇന്റെ അധ്യായങ്ങളിലും നമ്മൾ പറഞ്ഞു. അതിൻ്റെയൊക്കെ ഓരോ ബാബുകളും കടന്ന് ഫർദാകുന്ന അള്ളാഹുവിലേക്കുള്ള പ്രയാണം, അതാണ് നമുക്ക് ആവശ്യം. ഇൻഷാ അള്ളാഹ് നമുക്ക് അടുത്തത് ജീമിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇതിൻ്റെയൊക്കെ ഉൾപ്പൊരുളുകൾ ഹൃദയം കൊണ്ട് അനുഭവിച്ച് മരിക്കണ സമയത്ത് അള്ളാഹുവിനെ പൂർണ്ണമായി കണ്ടു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.